നമസ്കാരം. ഇഗ്നിയസ് ലേണിംഗ് അക്കാഡമിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2021 ചോദിച്ചിട്ടുള്ള ജനറൽ പേപ്പറിലെ എജു 14, അതായത് ജനറൽ പേപ്പറിലെ 20 ചോദ്യങ്ങളാണ്. അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇതിനു മുമ്പ് നമ്മൾ 2020 മുഴുവൻ കോർ പേപ്പറിലെ ചോദ്യങ്ങൾ 100 ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷൻസും വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്ത കൂട്ടുകാർ ആ വീഡിയോ കാണുക. അതുപോലെ തന്നെ കേട്ടറ്റ്, സെറ്റ്, സീറ്ററ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ BEd ഫൈനൽ എക്സാം ഇതിനു വേണ്ടിയൊക്കെ കോച്ചിങ് നൽകുന്ന ഒരു സ്ഥാപനമാണ് ഇഗ്നിയസ് അക്കാഡമി. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾക്കായിട്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വെൽ പ്ലാൻഡ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലൊരു ക്ലാസ് അല്ലെങ്കിൽ BEdന്റെ MCQന് മറ്റൊരിടത്തും കേരളത്തിൽ ക്ലാസ്സുകൾ ലഭ്യമല്ല. അപ്പോൾ ഈ അവസരം നിങ്ങൾ ഉപയോഗിക്കുക, ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുക, നന്നായി പഠിക്കുക. നല്ല വിജയം നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാം. 2021 BEd MCQന് ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അതിലെ 20 ചോദ്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ അതിൽ ആദ്യത്തെ ചോദ്യം സൈക്കോളജി പാർട്ടിൽ നിന്നുള്ള ചോദ്യം ആണ്. ചോദ്യം ഇങ്ങനെയാണ്: ലോകത്തിലെ ആദ്യത്തെ സൈക്കോളജി ലാബ് തുടങ്ങിയത് എവിടെയാണ്? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഫസ്റ്റ് സെമസ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്. ജർമ്മനിയിലാണ് ലോകത്തിലെ ആദ്യത്തെ സൈക്കോളജി ലാബ് തുടങ്ങിയത്. ജർമ്മനിയിലെ ലിപ്സിംഗ് എന്ന് പറയുന്ന സ്ഥലത്താണ്. എക്സ്പെരിമെന്റൽ സൈക്കോളജിയുടെ ഫാദർ, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഫാദർ ഓഫ് എക്സ്പെരിമെന്റൽ സൈക്കോളജി, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ സൈക്കോളജി, അതുപോലെ തന്നെ ഫാദർ ഓഫ് സ്ട്രക്ചറലിസത്തിന്റെയും എക്സ്പെരിമെന്റൽ സൈക്കോളജിയുടെയും എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഫാദർ ആയിട്ടുള്ള വിൽഹം ഊണ്ടാണ് ആദ്യമായിട്ട് സൈക്കോളജി ലാബ് തുടങ്ങിയത്. എവിടെയാണ് തുടങ്ങിയത്? അത് ജർമ്മനിയിലെ ലിപ്സിംഗിലാണ്. ഏത് വർഷമാണെന്ന് ഓർത്തിരിക്കുക. 1879 1879. 1879 ജർമ്മനിയിലെ ലിപ്സിംഗിലാണ് ലോകത്തിലെ ആദ്യത്തെ സൈക്കോളജിക്കൽ ലാബ് തുടങ്ങുന്നത്. അത് തുടങ്ങിയ വ്യക്തിയുടെ പേരാണ് വിൽഹം ഊണ്ട്, ഫാദർ ഓഫ് സൈക്കോളജി, ഫാദർ ഓഫ് എക്സ്പെരിമെന്റൽ സൈക്കോളജി, ഫാദർ ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി, ഫാദർ ഓഫ് സ്ട്രക്ചറലിസം. അതുപോലെ തന്നെ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ സെൽഫ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ ലുക്ക് ഇൻവേർഡ്സ് എന്ന് പറയുന്ന മെത്തേഡ് കൊണ്ടുവന്നത് ആര് തന്നെയാണ്? വിൽഹം ഊണ്ട് തന്നെയാണ്. ഓക്കെ, ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ്, സ്ട്രക്ചറലിസം, ഫസ്റ്റ് സ്കൂൾ ഓഫ് സൈക്കോളജി. അപ്പോൾ ഈ ഫസ്റ്റ് സ്കൂൾ ഓഫ് സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് വിൽഹം ഊണ്ട്. അദ്ദേഹം ജർമ്മനിയിലെ ലിപ്സിംഗിൽ തുടങ്ങിയതാണ് 1879 ഫസ്റ്റ് സൈക്കോളജിക്കൽ ലാബ്. ഓർത്തു വെച്ചേക്കുക. അടുത്തൊരു ചോദ്യം ഗ്രേഡിങ്ങിനെ കുറിച്ചാണ്. ഗ്രേഡിംഗ് എന്ന് പറയുന്നത് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഒരു ടേം ആണ് അല്ലേ? ഗ്രേഡിംഗ് എന്ന വാക്ക് ഗ്രേഡസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് വന്നത്. ഗ്രേഡസ് എന്ന വാക്ക് ഒരു ലാറ്റിൻ വാക്കാണ്. ഓക്കെ, അതാണ് ചോദ്യം. ഏത് ഭാഷയിലാണ്? എറ്റിമോളജി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഗ്രേഡസ് ഇത് പ്രീവിയസ് ആണ്, കേറ്ററ്റിന് ചോദിച്ചിട്ടുണ്ട്. ഗ്രേഡിംഗ് എന്ന വാക്ക് ഗ്രേഡസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് വന്നത്. സ്റ്റെപ്പിംഗ് സ്റ്റോൺ അല്ലെങ്കിൽ സ്റ്റെപ്പ്, പടികൾ അല്ലെങ്കിൽ ചവിട്ടുപടി എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം. അപ്പോൾ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേറ്ററി ഗ്രേഡുകളാണ്, അല്ലെങ്കിൽ എന്താണ് ചവിട്ടുപടി എന്നൊക്കെ അർത്ഥമുണ്ട്. ഗ്രേഡിങ്ങിനെ തന്നെ നമുക്ക് രണ്ടായി തിരിക്കാൻ പറ്റും. അബ്സല്യൂട്ട് ഗ്രേഡിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ എന്താണ് CRT, ക്രൈറ്റീരിയൻ റഫറൻസ് ടെസ്റ്റ്. അതുപോലെ തന്നെ റിലേറ്റീവ് ഗ്രേഡിംഗ് അല്ലെങ്കിൽ നമ്മളതിനെ NRT, നോം റഫറൻസ്ഡ് ടെസ്റ്റ് എന്ന് പറയും. അപ്പോൾ ഗ്രേഡിങ്ങിനെ രണ്ടായി തിരിക്കാം. അബ്സല്യൂട്ട് ഗ്രേഡിംഗ് അല്ലെങ്കിൽ CRT, റിലേറ്റീവ് ഗ്രേഡിംഗ് അല്ലെങ്കിൽ NRT. പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ക്രൈറ്റീരിയ നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് ഗ്രേഡിംഗ് അല്ലെങ്കിൽ NRT. ഡ്രൈവിംഗ് ടെസ്റ്റുകൾ, കേട്ടറ്റ്, സീറ്ററ്റ് എന്നൊക്കെ പറയുന്നത് അബ്സല്യൂട്ട് ഗ്രേഡിംഗ് ഉദാഹരണമാണ്. ഇനി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാമിനേഷൻസ് ഒക്കെയാണ് ഇതെന്ന് പറയുന്നത് റിലേറ്റീവ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗ്രേഡിംഗ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 2005 NCF ആണ്. 2005 NCF ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഗ്രേഡിംഗ് ഇൻ ഇന്ത്യ. ആദ്യമായിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്തത് CBSEയിലാണ്. സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷനിലാണ് ആദ്യമായിട്ട് ഗ്രേഡിംഗ് കൊണ്ടുവരുന്നത്. അതും കൂട്ടുകാർ ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ ഗ്രേഡിംഗ് എന്ന വാക്ക് വന്നത് ലാറ്റിൻ വാക്കായിട്ടുള്ള ഗ്രേഡസ് എന്ന വാക്കിൽ നിന്നാണ്. ഓർത്തു വെച്ചിരിക്കുക. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എനാക്ട് ചെയ്യപ്പെട്ടത്, പാർലമെന്റ് പാസ്സാക്കിയത് 2009 അതാണ് എനാക്റ്റഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർലമെന്റ് പാസ്സാക്കിയതെന്നാണ് അർത്ഥം. എന്നാൽ കെയിം ഇൻ ടു എഫക്ട് അല്ലെങ്കിൽ ഫോഴ്സ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, കെയിം ഇൻ ടു ഓഫീസ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? 2010 ഏപ്രിൽ 1. അപ്പോൾ RT ആക്ടിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. 21A ആണ്. 21A 6 വയസ്സ് മുതൽ 14 വയസ്സിലുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകുക എന്നതാണ്. ഇതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അമെൻമെന്റ് ചോദിച്ചാൽ 86th അമെൻമെന്റ് ആണ്. 86th അമെൻമെന്റിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എനാക്ട് ചെയ്യപ്പെട്ടത് 2009 പാർലമെന്റ് പാസ്സാക്കിയത് 2010 ഏപ്രിൽ 1 തീയതിയാണ്.
നിലവിൽ വരുന്നത്. 86th അമെൻമെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് RTE ആക്ട്. അതുപോലെ തന്നെ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ് RTE ആക്ട്. അടുത്തൊരു ചോദ്യം, ചൈൽഡ്സ് റെപ്രസെന്റേഷൻ ഓഫ് തിങ്സ് ആൻഡ് ഇവന്റ്സ് ഇൻ ഐക്കോണിക് സ്റ്റേജ്. ഐക്കോണിക് സ്റ്റേജിലെ റെപ്രസെന്റേഷൻ എങ്ങനെയാണ്? അപ്പോൾ ഇത് വീണ്ടും ബ്രൂണറിനെ കുറിച്ചുള്ള ചോദ്യമാണ്. എല്ലാ ക്വസ്റ്റ്യൻ സെറ്റിനകത്ത് നമ്മൾ ബ്രൂണറിനെ കാണാറുണ്ട്. ബ്രൂണറിന്റെ മോഡ്സ് ഓഫ് റെപ്രസെന്റേഷൻ തിയറി. മോഡ്സ് ഓഫ് റെപ്രസെന്റേഷൻ തിയറിയിൽ 3 മോഡ്സ് ആണുള്ളത്. ഒന്നാമത്തത് എനാക്റ്റീവ്, രണ്ടാമത്തത് ഐക്കോണിക്, മൂന്നാമത്തത് സിംബോളിക്. സിംബോളിക്. അപ്പോൾ ഇതിൽ ഐക്കോണിക് സ്റ്റേജിൽ കുട്ടി എങ്ങനെ പഠിക്കുന്നു എന്നതാണ് ചോദ്യം. ഐക്കോണിക് സ്റ്റേജിലെ റെപ്രസെന്റേഷൻ എങ്ങനെയാണ്? എനാക്റ്റീവ് സ്റ്റേജിൽ ആക്ടിവിറ്റിയിലൂടെ പഠിക്കുന്നു. ഐക്കോണിക് സ്റ്റേജിൽ ഇമേജസിലൂടെ പഠിക്കുന്നു. സിംബോളിക് സ്റ്റേജിൽ ലാംഗ്വേജിന്റെ അല്ലെങ്കിൽ മാത്തമാറ്റിക്സിന്റെ അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് ബേസ്ഡ് ആയിട്ട് കുട്ടി പഠിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? എങ്ങനെ പഠിക്കും കുട്ടി? മെന്റൽ പിക്ചേഴ്സ് അല്ലെങ്കിൽ ഇമേജ് ബേസ്ഡ് ആയിട്ട് പഠിക്കും. ഇമേജസ് ഉപയോഗിച്ചുകൊണ്ട് കുട്ടി പഠിക്കുന്ന സ്റ്റേജാണ് ഇമേജ് അല്ലെങ്കിൽ ഗ്രാഫ് അല്ലെങ്കിൽ കാർട്ടൂൺ. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കുട്ടി പഠിക്കുന്ന സ്റ്റേജാണ് ഐക്കോണിക് സ്റ്റേജ്. ഐക്കോണിക് സ്റ്റേജിൽ എന്ത് ചെയ്യുന്നു? ഇമേജ് ബേസ്ഡ് ആയിട്ട് പഠിക്കുന്നു. ഇമേജ് ബേസ്ഡ് ലേണിംഗ് ഇൻ ബ്രൂണേഴ്സ് ഐക്കോണിക് സ്റ്റേജ്. അതുപോലെ തന്നെ ഐക്കോണിക് മെമ്മറി എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഐക്കോണിക് മെമ്മറി എന്ന് പറയുമ്പോൾ എന്താണ്? ഇമേജ് ബേസ്ഡ് മെമ്മറിയാണ്. ഇമേജ് ബേസ്ഡ് മെമ്മറി. ഓക്കെ, ഐക്കോണിക് മെമ്മറി ഇമേജ് ബേസ്ഡ് മെമ്മറി ആണ്. അപ്പോൾ ആക്ടിവിറ്റിയിലൂടെ പഠിക്കുന്നത് എനാക്റ്റീവ് സ്റ്റേജ്. ഓക്കെ, സിമ്പിൾസും വേർഡ്സും ഒക്കെ ഉപയോഗിച്ച് പഠിക്കുന്നത് സിംബോളിക് സ്റ്റേജിലാണ്. സിംബോളിക് സ്റ്റേജ് മൂന്നാമത്തെ സ്റ്റേജാണ്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേജാണ് ഐക്കോണിക് സ്റ്റേജ്. ഐക്കോണിക് സ്റ്റേജിൽ പിക്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് കുട്ടി പഠിക്കുന്നു. വേൾഡ് എൻവയോൺമെന്റ് ഡേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പരിസ്ഥിതി ദിനം ജൂൺ 5-ാം തീയതിയാണ് പരിസ്ഥിതി ദിനം. ഇനി ഡിസംബർ 1 എയ്ഡ്സ് ഡേ ആണ്, എയ്ഡ്സ് വിരുദ്ധ ദിനം. ഇനി നവംബർ 14 ശിശുദിനം, ചിൽഡ്രൻസ് ഡേ ആണ്. ജവഹർലാൽ നെഹ്റുവിന്റെ ബർത്ത്ഡേ ആണ് ചിൽഡ്രൻസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. ഓഗസ്റ്റ് 15 നമുക്കറിയാം നമ്മുടെ എന്താണ്? സ്വാതന്ത്ര്യ ദിനമാണ്. ഇൻഡിപെൻഡൻസ് ഡേ. ഓക്കെ, അപ്പോൾ ഈ ഡേറ്റുകൾ ഓർത്തിരിക്കുക. നവംബർ 11 പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന നവംബർ 11 നമ്മുടെ അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ്. നാഷണൽ എഡ്യൂക്കേഷൻ ഡേ, ദേശീയ വിദ്യാഭ്യാസ ദിനമാണ് നവംബർ 11. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ഒരു ഡേറ്റ് ഉണ്ട്, ജൂലൈ 11 എന്താണ്? വേൾഡ് പോപ്പുലേഷൻ ഡേ, ലോക ജനസംഖ്യാ ദിനം. ഇനി അടുത്ത് വീണ്ടും എൻവയോൺമെന്റൽ സയൻസിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. എൻവയോൺമെന്റ് ക്യാൻ ബി കെപ്റ്റ് ക്ലീൻ ആൻഡ് ഗ്രീൻ ബൈ യൂസിങ് ഡാഷ്. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം? എനർജി കുറയ്ക്കാം, എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ടെക്നോളജി ഉപയോഗിക്കാം, പ്രൊട്ടക്ടിങ് വൈൽഡ് ലൈഫ്. അപ്പോൾ ഇതെല്ലാം ശരിയാണ്. അപ്പോൾ ഇത് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഗ്രീൻ എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഗ്രീൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ലെസ് എനർജി കുറയ്ക്കുക, അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ പെരുമാറുക, പ്രൊട്ടക്ടിങ് വൈൽഡ് ലൈഫ്. എല്ലാം ശരിയാണെന്നതാണ് ഉത്തരം, ഓപ്ഷൻ 4. അടുത്തൊരു ചോദ്യം, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഒരു കമ്മീഷൻ ഉണ്ട്. ആ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ഏത് വർഷമാണെന്നാണ് ചോദ്യം. 1992 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കമ്മിറ്റി UN അപ്പോയിന്റ് ചെയ്തത് ഏത് വർഷമാണ്? 1992 ആണ്. എക്കോളജി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നേരത്തെയും വീഡിയോയിൽ നമ്മൾ കണ്ടതാണ്. ഇക്കോളജി എന്ന വാക്ക് കൊണ്ടുവന്നത് ഏണസ്റ്റ് ഹെയ്ക്കലാണ് എക്കോളജി എന്ന വാക്ക് കൊണ്ടുവന്നത്. ഓക്കെ, ഇനി ബുദ്ധിപരമായ ശേഷികൾ, കുട്ടിയുടെ ബുദ്ധിപരമായ ശേഷികൾ പരിശോധിക്കുന്ന ഏറ്റവും നല്ലത്, ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? ടെസ്റ്റ് ആണ്. ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പേപ്പർ പെൻസിൽ ടെസ്റ്റ്. ഈ പേപ്പർ പെൻസിൽ ടെസ്റ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നത് തന്നെയാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അച്ചീവ്മെന്റ് ടെസ്റ്റ്. അത് 2 തരത്തിലുണ്ട്. ടീച്ചർ മെയ്ഡ് ടെസ്റ്റും ടീച്ചർ മെയ്ഡ് ഓർ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ്. അങ്ങനെ 2 തരത്തിലുണ്ട്. അപ്പോൾ ഈ അച്ചീവ്മെന്റ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ബ്ലൂ പ്രിന്റ് ഏതാണെന്ന് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പെഡഗോജി ഭാഗത്ത് ബ്ലൂ പ്രിന്റിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് വിളിക്കുമെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, ബ്ലൂ പ്രിന്റിനെ അച്ചീവ്മെന്റ് ടെസ്റ്റ് കൺസ്ട്രക്ഷനിൽ ബ്ലൂ പ്രിന്റിനെ എന്തെന്ന് വിളിക്കും? ഓക്കെ, അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്ന കോഗ്നിറ്റീവ് ടാസ്കുകളുടെ മെഷർമെന്റുമായിട്ട് ബന്ധപ്പെട്ടത് പേപ്പർ പെൻസിൽ ടെസ്റ്റുകളാണെന്ന് ഓർത്തിരിക്കുക. അടുത്തൊരു ചോദ്യം, സിവിയർ ആയിട്ടുള്ള ബ്ലഡ് ലോസ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മെഡിക്കൽ കണ്ടീഷനെ വിളിക്കുന്ന പേരെന്താണ്? അതിനെ എന്ത് വിളിക്കും? ഹൈപ്പോ വോളമിക് ഷോക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് രക്തസ്രാവം സംഭവിക്കുന്ന വ്യക്തിയുടെ അവസ്ഥയെ പറയുന്ന പേരാണ് ഹൈപ്പോ വോളമിക് ഷോക്ക്. അടുത്തൊരു ചോദ്യം, ഓൺ ദ സ്പോട്ട് റിസർച്ച് ഫോർ ഇമ്മീഡിയറ്റ് പ്രോബ്ലം സോൾവിംഗ്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രോബ്ലം സോൾവിംഗിന് വേണ്ടി നടത്തുന്ന റിസർച്ചാണ് ആക്ഷൻ റിസർച്ച് അല്ലേ? ആക്ഷൻ റിസർച്ച് സൈക്ലിക്കൽ ഫോമിലുള്ള റിസർച്ചാണ് ആക്ഷൻ റിസർച്ച്. പ്ലാൻ, ആക്ട്, ഒബ്സർവ്, റിഫ്ലക്ട്. ഇതാണ് സൈക്കിൾ. പ്ലാൻ, ആക്ട്, ഒബ്സർവ്, റിഫ്ലക്ട്.
ആദ്യം ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ പ്രോബ്ലം ആണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇതൊരു അപ്ലൈഡ് ഫോം ഓഫ് റിസർച്ച് ആണ്, ക്വാളിറ്റേറ്റീവ് ആണ്, ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള റിസർച്ച് ആണ്, നാരോ ആയിട്ടുള്ള റിസർച്ച് ആണ്, നാരോ. ഓക്കെ, അടുത്തൊരു ചോദ്യം, കണ്ടാമിനേറ്റഡ് സബ്സ്റ്റൻസ് ലീക്ക് ഇൻ ടു ഗ്രൗണ്ട് ആൻഡ് ആർ ക്യാരിഡ് ബൈ ഫിൽട്രേഷൻ ഇൻ ടു ഗ്രൗണ്ട് വാട്ടർ സപ്ലൈസ് നോണസ്. അപ്പോൾ ഗ്രൗണ്ട് വാട്ടർ എന്ത് ചെയ്യുന്നു, ഇല്ലാതായി തീരുന്നു, അല്ലെങ്കിൽ ഭൂഗർഭ ജലത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതിനെ എന്ത് വിളിക്കും? വാട്ടർ പൊല്യൂഷൻ എന്ന് വിളിക്കും. സിമ്പിൾ ചോദ്യമാണ്, വാട്ടർ പൊല്യൂഷൻ എന്ന് വിളിക്കും. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ആണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. കമ്പ്യൂട്ടർ സിമുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിയൽ വേൾഡ് സിറ്റുവേഷൻ്റെ, റിയൽ വേൾഡ് എക്സ്പീരിയൻസിന്റെ തന്നെ ഒരു കൺട്രീവ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൃത്രിമമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും എന്തെന്ന് പറയുന്നത്. കൺട്രീവ്ഡ് അല്ലെങ്കിൽ കൃത്രിമമായ രൂപത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സിമുലേഷൻ എന്ന് വിളിക്കുന്നത്, കൃത്രിമമായ രൂപം. ഓക്കെ, അപ്പോൾ അതെങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാം? അതായത് ഒഗ്മെന്റഡ് റിയാലിറ്റി, വിർച്വൽ റിയാലിറ്റി VR, അല്ലെങ്കിൽ 3D 3 ഡയമെൻഷൻ, മൈക്രോ ടീച്ചിങ്, ഇതെല്ലാം എന്ത് തന്നെയാണ്? ഇതെല്ലാം സിമുലേഷൻസിന് ഉദാഹരണമാണ്. അപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുള്ള സിമുലേഷൻ എങ്ങനെ കൊടുക്കാം? ഒരു കമ്പ്യൂട്ടർ മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് ഓഗ്മെന്റഡ് റിയാലിറ്റി, വിർച്വൽ റിയാലിറ്റി കാണിച്ചു കൊടുക്കാൻ പറ്റും. ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടർ ഉപയോഗിക്കാം, അതായത് രണ്ടും ശരിയാണ്. ബോത്ത് സിംഗിൾ കമ്പ്യൂട്ടർ ആൻഡ് നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, ബോത്ത് 1 and 2 ആർ കറക്റ്റ്. രണ്ടും ശരിയാണ്. വിച്ച് ഫിലോസഫി എംഫസൈസ് സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ? സ്ട്രിക്റ്റ് ഡിസിപ്ലിനെ കുറിച്ച് പറയുന്നത് ഏത് ഫിലോസഫിയാണ്? ഐഡിയലിസം ആണ്. സ്ട്രിക്റ്റ് ഡിസിപ്ലിനെ കുറിച്ച് പറയുന്നത് ഐഡിയലിസം ആണ്. ഡിസ്ലൊക്കേഷന്റെ പ്രധാനപ്പെട്ട സിംറ്റം എന്താണ്? ടെൻഡർനെസ്, സ്വെല്ലിംഗ്, ലോസ് ഓഫ് പവർ, ഇതെല്ലാം വരും. ഓക്കെ, ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അസ്ഥികളുടെയൊക്കെ സ്ഥാനം മാറുന്നതിനെയാണ് ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട സിംറ്റംസ് ആണ് ടെൻഡർനെസ്, സ്വെല്ലിംഗ്, ലോസ് ഓഫ് പവർ എന്നിവ. എക്സാമ്പിൾ ഓഫ് സോഴ്സ് ഓഫ് സെക്കൻഡറി സോഴ്സ് അല്ലെങ്കിൽ സെക്കൻഡറി ഡേറ്റ. നമ്മൾ പറഞ്ഞു പബ്ലിഷ്ഡ് ആയിട്ടുള്ള വർക്കുകളെയാണ് സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത്. ഇന്റേണൽ റെക്കോർഡ്സ് ഓഫ് എ ഫോംസ് സെയിൽസ് പ്രൊഡക്ഷനെ കുറിച്ചൊക്കെയുള്ള ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ പ്രൈമറിയാണ്. അടുത്ത ഡേറ്റ ഒബ്റ്റൈൻഡ് ഫ്രം ഐ വിറ്റ്നസ് ഡേറ്റ എന്ന് പറഞ്ഞാൽ പ്രൈമറിയാണ്, ഫസ്റ്റ് ഹാൻഡ് ആണ്. കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ളത് പ്രൈമറിയാണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് റെക്കോർഡ്സ് പ്രൈമറിയാണ്. എന്നാൽ ഗവൺമെന്റിന്റെ റിവ്യൂ, പുനഃപരിശോധനാ രേഖകൾ, പബ്ലിഷ് ചെയ്യപ്പെട്ട വർക്കുകളൊക്കെ എന്താണ്? അത് സെക്കൻഡറി ആണ്. അപ്പോൾ സെക്കൻഡറി, പ്രൈമറി, ടെർഷറി സോഴ്സസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. റിസർച്ച് പ്രോബ്ലത്തിന്റെ പ്രത്യേകത എന്തൊക്കെയായിരിക്കും എന്നാണ് ചോദ്യം. ഇറ്റ് ഈസ് റിസർച്ചബിൾ, ഇറ്റ് ഈസ് ന്യൂ ആൻഡ് ആഡ് സംതിങ് ടു നോളജ്, ഇറ്റ് ഹാസ് യൂട്ടിലിറ്റി ആൻഡ് റിലവൻസ്. ഇത് മൂന്നും ശരിയാണ്. 1, 2, 3. റിസർച്ച് പ്രോബ്ലത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? റിസർച്ചബിൾ ആയിരിക്കണം, എന്തെങ്കിലും പുതിയത് ആഡ് ചെയ്യാനുണ്ടായിരിക്കണം, യൂട്ടിലിറ്റിയും റെലവൻസും സോഷ്യൽ റെലവൻസ് ഒക്കെ ഉണ്ടായിരിക്കണം. എല്ലാ ഓപ്ഷൻസും ശരി തന്നെയാണ് റിസർച്ച് പ്രോബ്ലത്തെ സംബന്ധിച്ച്. മോസ്റ്റ് പ്രിഫേർഡ് ടൂൾ യൂസ്ഡ് ഫോർ ഗെയിനിങ് ഫാക്ച്വൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ, ഏറ്റവും ശരിയായ ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസിനെയാണ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണ്? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേറ്റിന്റെ പ്രത്യേകതയാണ് കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ അളവ് തൂക്കങ്ങൾ കുട്ടി കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. റിവേഴ്സബിലിറ്റി, കൺസർവേഷൻ എന്നൊക്കെ പറയുന്നത് ലോജിക്കൽ തിങ്കിങ്, അളവ് തൂക്കങ്ങൾ മനസ്സിലാക്കുക. സീരിയേഷൻ, അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ, ഡീസെൻട്രേഷൻ,